SRSS ഭാരതാംബ ചിത്ര വിവാദത്തിലാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയുടെ മറുപടി വരുന്നത്. അതേ നിലപാടിൽ തുടരുകയാണ് മന്ത്രി ചെയ്യുന്നത്. ഗവർണർ പറയുന്നത് മണ്ടത്തരമാണ്, ഭരണഘടനയിൽ പറയാത്ത ഒരു കാര്യവും ഗവർണർ ചെയ്യേണ്ടതില്ല എന്ന തരത്തിലുള്ള വിമർശനവും അതുപോലെ തന്നെ പരിഹാസവുമാണ് മന്ത്രി വി ശിവൻകുട്ടിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വിവാദത്തിന് പിന്നാലെ വലിയ പിന്തുണ മന്ത്രി വി ശിവൻകുട്ടിക്ക് ലഭിക്കുന്നുണ്ട്. മന്ത്രിമാരെല്ലാവരും തന്നെ അതേ നിലപാട് സ്വീകരിക്കുകയാണ്. അതുപോലെ പ്രതിപക്ഷത്തു നിന്നടക്കം നേതാക്കളുടെ പിന്തുണ ഇക്കാര്യത്തിൽ മന്ത്രി വി ശിവൻകുട്ടിക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നിലപാട് ആവർത്തിച്ച ഗവർണർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തുന്നത്. ഭാരതാംബയെന്ന് പറയാൻ ഗവർണർക്ക് അധികാരമുണ്ടോ എന്ന് വി ശിവൻകുട്ടി ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഭരണഘടനയിൽ പറയാത്തത് ഒരു ഗവർണറും ചെയ്യേണ്ടതില്ല എന്ന നിലപാട് കൂടി ശിവൻകുട്ടി ആവർത്തിക്കുന്നുണ്ട്. ഗവർണർ പറയുന്നത് മഹാമണ്ടത്തരമാണ് എന്നാണ് ഇപ്പോൾ മന്ത്രിയുടെ നിലപാട്. എന്തായാലും ഇന്നും ഇപ്പോൾ രാജ്ഭവനിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അതിലും ഇതേ ചിത്രം അവിടെ തന്നെ തുടരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ശക്തമായ പോര് തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടി വരിക. ഗവർണർ ഈ ചിത്രവുമായി തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതേ നിലപാടിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സർക്കാരിനും ഒരു കടുത്ത നിലപാടിലേക്ക്, നടപടിയിലേക്ക് ഒരു പക്ഷേ കടക്കേണ്ടി വന്നേക്കും. ഇന്നലെ ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ആ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് ശക്തമായ എതിർപ്പാണ് രാജ്ഭവൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് പിന്നാലെ ഒരു വിശദീകരണ കുറിപ്പ്, ഒരു പ്രോട്ടോകോൾ ലംഘനം തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് രാജ്ഭവന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. അതിൽ രൂക്ഷമായ വിമർശനമായിരുന്നു മന്ത്രിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി എന്താകും തുടർ നീക്കം ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടാവുക എന്നതിലും ആകാംക്ഷയുണ്ട്. KR സാജു ചേരുന്നുണ്ട്. സാജു, ഇന്നലത്തെ അതേ നിലപാട് ആവർത്തിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി ചെയ്യുന്നത്. എത്ര രൂക്ഷമായ വിമർശനമാണ് ഇന്ന് മന്ത്രിയിൽ നിന്നുണ്ടായിട്ടുള്ളത്? അതായത് വി ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘിച്ചു എന്നായിരുന്നു ഇന്നലെ ഗവർണറും രാജ്ഭവനും വാദിച്ചിരുന്നത്. എന്നാൽ ഒരു പ്രോട്ടോകോൾ ലംഘനവും താൻ നടത്തിയിട്ടില്ല, അത് നടത്തിയത് ഗവർണർ തന്നെയാണ് എന്ന് ശക്തിയുക്തം വാദിക്കുകയാണ് ഇന്നും മന്ത്രി വി ശിവൻകുട്ടി ചെയ്യുന്നത്. മാത്രമല്ല, അവിടെ ഭാരതാംബയുടെ അവിടെ വെച്ചിരിക്കുന്ന ചിത്രം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് ഭരണഘടനാ പ്രകാരമാണ് അത് വെച്ചിരിക്കുന്നത് എന്ന ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട് ശിവൻകുട്ടി. അതായത് RSS പരിപാടികൾ ഉപയോഗിക്കുന്ന ഭാരതാംബയെ ഗവർണർ രാജ്ഭവനിൽ സ്ഥാപിച്ചുകൊണ്ട് ഭരണഘടനാ ലംഘനം നടത്തുന്നത് യഥാർത്ഥത്തിൽ ഗവർണറാണ് എന്ന വാദം കൂടി മുന്നോട്ട് വെക്കുകയാണ് വി ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാർ. ഇന്ന് രാവിലെ സംസാരിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ആണെങ്കിലും റവന്യൂ മന്ത്രി കെ രാജനാണെങ്കിലും ഒക്കെ സമാനമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. അതായത് ഗവർണർക്ക് വഴങ്ങിക്കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന സന്ദേശം രാജ്ഭവന് നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാജ്ഭവനിൽ വൃത്തങ്ങൾ നമുക്ക് നൽകിയ വിവരം മുഖ്യമന്ത്രിക്ക് ഭിന്നത അറിയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതിലുള്ള അതൃപ്തി അറിയിച്ചുകൊണ്ട് ഒരു കത്ത് നൽകാൻ രാജ്ഭവൻ ആലോചിക്കുന്നു എന്നായിരുന്നു. പക്ഷേ ഇന്ന് രാജ്ഭവൻ ആ നീക്കത്തിന് മുതിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ട് കാര്യമില്ല എന്നും അതിനെ സർക്കാർ പരിഗണിക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല എന്നും രാജ്ഭവനും ഗവർണറും തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ നീക്കത്തിൽ നിന്നും ഇപ്പോൾ രാജ്ഭവൻ പിന്നോട്ടു പോകുന്നു എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് സർക്കാരിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പ്രതിപക്ഷവും ഈ വിഷയത്തിൽ സർക്കാരിനെ പിന്തുണയ്ക്കുകയാണ്. ഒപ്പം മുഖ്യമന്ത്രി കുറെ കൂടി കാർക്കശ സ്വഭാവത്തോടുള്ള സമീപനം സ്വീകരിക്കണമെന്ന ആവശ്യം കൂടിയാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. രേഖാമൂലം ഗവർണറോട് ഈ പരിപാടി നടക്കില്ല, ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ രാജ്ഭവനിൽ നടക്കില്ല എന്ന് അറിയിക്കണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷവും മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. ഇതോടുകൂടി സർക്കാർ കൂടുതൽ ശക്തമായ നിലപാട് എടുക്കേണ്ടതിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഇനി മുഖ്യമന്ത്രിയുടെ സമീപനം അറിയേണ്ടത്. നേരത്തെ കൃഷി വകുപ്പുമായി ഉണ്ടായ വിവാദത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ പ്രതികരണം വൈകിയാണ് വന്നത് എന്ന വിമർശനം കൂടി പ്രതിപക്ഷത്തിനുണ്ട്. ഈ ചിത്രം മാറ്റണം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഗവർണർക്ക് ഒരു കത്ത് നൽകാനൊക്കെ ഇടയുണ്ടോ? അങ്ങനെ ഒരു കത്ത് നൽകണമെന്നായിരുന്നു കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടത്. പക്ഷെ സർക്കാർ അതിന് തയ്യാറായിരുന്നില്ല. പക്ഷെ അതിനിടയ്ക്ക് രാജ്ഭവനിൽ നിന്ന് ചില കമ്മ്യൂണിക്കേഷനുകൾ ലഭിച്ചിരുന്നു എന്നാണ് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. ഔദ്യോഗിക പരിപാടികളിൽ ഭാരതാംബയും അതിന്മേലുള്ള പുഷ്പാർച്ചനയും ഉണ്ടാവില്ല എന്ന് അറിയിച്ചിരുന്നു. സർക്കാർ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണത്തിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. വിവരങ്ങളാണ് KR സാജു നൽകിയത്.